മഴ തോരും മുമ്പേൽ നാളെ കാണാനായിട്ട് കഴിയുന്നത് വളരെ സങ്കടകരമായ കാഴ്ച തന്നെയാണ്. അതായത് ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിൻ്റെ കയ്യിൽ അലീനയെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അലീനയ്ക്കാണെങ്കിൽ സ്റ്റാലിൻ്റെ കൂടെ നിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ വീട്ടിൽ, അതായത് തൻ്റെ അമ്മ തനിക്ക് തന്ന മുഹൂർത്തങ്ങളൊക്കെ ഓർത്തിട്ടാണ് സ്റ്റാലിൻ്റെ കൂടെ നിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് അലീന പറയുന്നത് കേട്ടോ. അമ്മയുടെ അടുത്ത് കൊടൂര പീഡനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മുടെ അലീന അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി അവിടേക്ക് പോലെ തന്നെ ഇവിടെയാണെങ്കിൽ താൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ താൻ അവിടേക്ക് പോവില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ബാലചന്ദ്രൻ അല്ലെങ്കിൽ തിരികെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് അലീന സ്റ്റാലിൻ്റെ മുൻപിലേക്ക് വരുന്നത്. സ്റ്റാലിൻ്റെ മുൻപിലെത്തി കഴിയുമ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ സ്റ്റാലിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സ്റ്റാലിൻ ഒടുവിൽ അലീനയോട് സംസാരിക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെക്കുറിച്ച് അലീനയോട് സംസാരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് താൻ നിന്നെ തൻ്റെ മകളായും വൈശയെ തൻ്റെ ഭാര്യയാക്കാനുമാണ് ഒരുപാട് ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ തനിക്ക് വിധി കാത്തുവെച്ചത് വേറൊന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ വിയോഗത്തെ ചൊല്ലിയാണ് താൻ വൈശയെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നതെന്നും അതിനു മുമ്പ് തന്നെ വൈശേരിയെ അവർ കടത്തിക്കൊണ്ട് പോയിരുന്നെന്നും ആ കുഞ്ഞിനെ എന്തു ചെയ്തെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്നും പറയുന്നു. ഒടുവിൽ മിസ്റ്റർ മേനോൻ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആദ്യമൊക്കെ അയാൾ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ നിന്നെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ അതേ മുഖച്ഛായിയാണ് നിനക്ക് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ സ്റ്റാലിൻ എന്ന് ഞാൻ ബാലചന്ദ്രനോട് പറയുകയായിരുന്നു, എനിക്ക് നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. അതുകൊണ്ട് തന്നെ നീ ഇനി മുതൽ എൻ്റെ മകളാണ്, നിന്നെ ഞാൻ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല മോളെ എന്ന് സ്റ്റാലിൻ ജോസഫ് അലീനയോട് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം എന്നെ ഒരു നോക്ക് പോലും അന്വേഷിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ എന്നെ അനാഥ എന്ന പേരിൽ വളരാനായിട്ട് നിങ്ങൾ അനുവദിച്ചില്ലേ, അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാവാനാണ് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മോളെ, നീ ഈ അച്ഛനോട് ക്ഷമിക്കണം. ഈ അച്ഛന് തെറ്റുപറ്റിപ്പോയി, ഈ അച്ഛനൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, അതെൻ്റെ കഴിവുകേട് തന്നെയാണ്, അത് സത്യം തന്നെയാണ്. നിനക്ക് അത് പറയാനുള്ള 100% റൈറ്റ്സുമുണ്ട്, അത് ശരിയാണ് എന്ന് പറയുന്നു. ഇനി അച്ഛൻ നിനക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അത് ഞാൻ മിസ്റ്റർ മേനോന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. മിസ്റ്റർ മേനോൻ, അലീനയ്ക്ക് ഈ വീട്ടിൽ എൻ്റെ ഈ കൊട്ടാരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പിന്നെ അധികമൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. അലീനയുടെ ആഗ്രഹമാണല്ലോ വീട് വിട്ട് പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ അവിടെ ആക്കി പതിയെ തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് യാത്ര തിരിക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് അലീനയെ ബാലചന്ദ്രൻ അവിടെ വിട്ടിട്ട് പോരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വേറെയൊന്നുകൊണ്ടുമല്ല കേട്ടോ, നമ്മുടെ അലീനയെ ഉപേക്ഷിക്കാനും അലീനയെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാനും ബാലചന്ദ്രന് പറ്റുന്നില്ല. മകളെ പോലെയല്ലേ ബാലചന്ദ്രൻ കാണുന്നത്. ധൈര്യമായിരുന്നില്ലേ അലീന, ബാലചന്ദ്രൻ്റെ ബലമായിരുന്നില്ലേ. ഒടുവിൽ അതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ബാലചന്ദ്രൻ കാറിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛൻ സങ്കടപ്പെടരുത്, ദുഃഖിക്കരുത്, എല്ലാം നല്ലതിന് വേണ്ടിയാണ്. ഇപ്പം മിക്കവാറും മേഡം അവിടെ വന്ന് കാണും, മേഡവുമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഇനിയാണ് മോളെ അവളുടെ നാശത്തിന് ഞാൻ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവളെപ്പോലെ ഒരു ദുശാട്ടക്കാരിയും
ഒരു മോശം പിടിച്ച സ്ത്രീയും വേറെ ഇല്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. എൻ്റെ മോൾ എന്തായാലും സങ്കടപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട. അച്ഛൻ നിനക്കായിട്ട് എന്നും കാത്തു നിൽക്കുന്നുണ്ടാകും. നിനക്ക് എപ്പോൾ ഇവിടെ മനസ്സ് മടുക്കുന്നോ, അല്ലെങ്കിൽ എപ്പോൾ അവിടേക്ക് വരണമെന്ന് തോന്നുന്നോ, നിനക്ക് അവിടേക്ക് വരാവുന്നതാണ്. അതിന് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവിടെ നിനക്കും അധികാരമുണ്ട് എന്ന് പറയുന്നത് കാണാം. നീ ഇപ്പോഴും എപ്പോഴും എൻ്റെ മകളായിരിക്കുമെന്നും പറയുന്നു. ഇതേസമയം അലീന ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് അവസാനമായി യാത്ര പറയുന്നു. ഒടുവിൽ അലീനയെ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ബാലേന്ദ്രൻ നെഞ്ചു നീറിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും. ഇതേസമയം അലീന കരയുകയാണ്. അങ്ങനെ അച്ഛനും മകളും വേർപിരിയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇനി സ്റ്റാലിൻ്റെ കരങ്ങളിലാണ് അലീന. എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ കാണണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.